Okay, welcome back. Next, velocity time graph, VT graph. Last class we displacement time graph displacement time graph ഓർമ്മിക്കേണ്ട point displacement time graph എന്ന് പറയുമ്പോൾ xt graph അല്ലേ ഈ ഗ്രാഫിന്റെ xt ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan theta കാണാം അല്ലേ displacement time ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞു ആ പോയിന്റ് ബൈ ഹാർട്ട് ആയിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് displacement time ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി കാരണം ഇതിൽ പുതിയ വേറെ കാര്യങ്ങൾ വരും അതുകൊണ്ടാണ് പറയുന്നത് velocity time graph എന്ന് പറയുമ്പോൾ velocity y ആക്സിസിലും velocity y ആക്സിസിലും ടൈം x ആക്സിസിലും എടുക്കാം ഒന്നാമത്തെ ഫസ്റ്റ് വൺ ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ആക്സലറേഷൻ 0 ആണ് അല്ലേ യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ 0 അങ്ങനെയല്ലേ പഠിച്ചത് അപ്പോൾ വെലോസിറ്റി യൂണിഫോം മീൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് അപ്പോൾ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ടൈം 1 സെക്കൻഡ് ആയാലും ടൈം 2 സെക്കൻഡ് ആയാലും ടൈം 3 സെക്കൻഡ് ആയാലും ടൈം എന്തായാലും ഇത് വെലോസിറ്റി യൂണിഫോമാണ് ഇത് യൂണിഫോമാണ് മീൻസ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ടൈം 1 ആയാൽ ഇത് 5 ആണ് ടൈം 2 ആയാലും ഇത് 5 ആണ് ഇത് 5 തന്നെ എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റൻ്റ് ആണല്ലോ യൂണിഫോം ആണല്ലോ വെലോസിറ്റി ടൈം 3 ആയാലും ഇത് 5 തന്നെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് യൂണിഫോമായി അപ്പോൾ ഇവിടെയൊക്കെ പോയിന്റ്സ് വരിക അപ്പോൾ യൂണിഫോം ആകുമ്പോൾ ഇങ്ങനെയല്ലേ വരിക ഗ്രാഫ് ഇങ്ങനെയല്ലേ വരിക അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് പഠിച്ചാൽ മതി നിങ്ങൾ അപ്പം നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അതായത് വൈ ആക്സിസിൽ ഇവിടെയുള്ളത് ആരാണോ വൈ ആക്സിസിലുള്ളത് ആരായാലും ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വൈ ആക്സിസിൽ എന്തോ ആട്ടെ ഇപ്പോൾ ഉള്ളത് വെലോസിറ്റിയാണ് ഈ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും യൂണിഫോം ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരേപോലെ ആണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഗ്രാഫ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഒരു എക്സും വൈയും തമ്മിലൊരു ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നു അർത്ഥം എന്താണ് ആര് യൂണിഫോമാണ് ഇങ്ങനെ തന്നാൽ അർത്ഥം ഇതിന് ഈ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ തന്നാൽ അർത്ഥം ഈ ആൾ ഇതെന്തായാലും ഇത് യൂണിഫോമാണ് ഇത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ വൈ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് എന്താവില്ല ചേഞ്ച് ആവില്ല എക്സ് കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ അർത്ഥം ഇവിടെ യൂണിഫോം വെലോസിറ്റി യൂണിഫോമാണ് അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരച്ചാൽ അർത്ഥം ഇവിടെയുള്ള ആൾ വൈ ആക്സിസിലുള്ള ആൾ യൂണിഫോം ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും വൈ ആക്സിസിലുള്ളത് ആരായാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ വെലോസിറ്റി ആണ് അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ അർത്ഥം വെലോസിറ്റി യൂണിഫോമാണ് റെഡി ഇനി ഞാൻ ഈ ഗ്രാഫിൻ്റെ ഇതിൻ്റെ അണ്ടറിലുള്ള മീൻസ് ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഈ സ്പേസിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഏരിയ ഇതേതാ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അപ്പോൾ നമ്മളിങ്ങനെയാണ് പറയുക ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയും ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ സ്ഥലത്തിൻ്റെ സ്പേസിൻ്റെ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ഗ്രാഫ് നമ്മൾ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഇതാണ് നമ്മുടെ ഗ്രാഫ് ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള മീൻസ് എക്സ് ആക്സിസ് വരെ ടൈം ആക്സിസ് വരെ ഗ്രാഫ് മുതൽ ടൈം ആക്സിസ് വരെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സ്ഥലത്തിൻ്റെ ഏരിയ കാണാം ഏരിയ എന്ന് പറയുമ്പോൾ എന്താ വരിക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും അല്ലേ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ആരുള്ള വെലോസിറ്റി അല്ലേ വെലോസിറ്റി ബ്രെഡ്ത്ത് ഇവിടെ ഉള്ളത് ടൈം ഇപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ വെലോസിറ്റി ഇൻറ്റു ടൈം വരും അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ ആരാ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ അപ്പോൾ പുതിയൊരു പോയിന്റ് കിട്ടി ബൈ ഹാർട്ട് ആയിരിക്കണം പുതിയൊരു പോയിന്റ് കിട്ടി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്
ഓക്കെ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, എന്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടിയാൽ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടിയാൽ ആ ഗ്രാഫ് മുതൽ ടൈം ആക്സിസ് വരെ, ഗ്രാഫ് മുതൽ ടൈം ആക്സിസ് വരെയുള്ള സ്പേസിൻ്റെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചു, സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്തിനും ടാൻ തീറ്റ. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ടാൻ തീറ്റ കണ്ടാൽ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ പഠിച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് മീൻസ് ടാൻ തീറ്റ, അതാണ് വെലോസിറ്റി. ഇപ്പോൾ പഠിച്ച കാര്യം എന്നാ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അടുത്തത് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ വരയ്ക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് റെഡി. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. For a body moving with uniform acceleration. For a body moving with uniform acceleration. For a body moving with uniform acceleration. യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്നാ? യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഇപ്പം നമ്മൾ വരയ്ക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കൂ, യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി. ഈ വെലോസിറ്റി ഒരേപോലെ എന്താവണം? ഇൻക്രീസ് ആവണം. ഇപ്പോൾ ടൈം 1 സെക്കൻഡ് ആയാൽ ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 2 ആയാലോ ഇത് 4 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 3 ആയാലോ ഇത് 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഇവിടെ ഇപ്പോൾ ഞാൻ വെലോസിറ്റി ചെയ്താൽ കാരണം നമ്മൾ വരക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റിയും ടൈമും അല്ലേ വേണ്ടേ? അപ്പോൾ വെലോസിറ്റിനെ നോക്കൂ നിങ്ങൾ. വെലോസിറ്റി ആദ്യം 2 4 ആയി, 4 6 ആയി, 6 8 ആയി. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താ? വെലോസിറ്റി ഒരേപോലെ എന്താവും? ഇൻക്രീസ് ആവും അല്ലേ? വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആവും. ഈ കേസാണല്ലോ യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ ഈ വെലോസിറ്റി ഒരേപോലെ എന്താവണം? ഇൻക്രീസ് ആവണം. അപ്പോൾ ഇവിടെ ഞാൻ 2 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ പെർ സെക്കൻഡ്, 6 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ എടുത്ത് ടൈം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഇങ്ങനെ എടുത്താൽ ടൈം 1 ആകുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 2. ടൈം 1 ഇത് 1 ആകുമ്പോൾ വെലോസിറ്റി 2. ടൈം 2 ആകുമ്പോൾ ഇത് എത്രയാണ്? 4. ടൈം 2 ടൈം 2 ആകുമ്പോൾ വെലോസിറ്റി 4. ടൈം 3 ആകുമ്പോൾ 6. അപ്പോൾ ഇങ്ങനെയല്ലേ പോയിന്റ് വരിക? അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്ന അർത്ഥം യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്നാ? യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേ ഓർഡറിൽ, 2 4 6 8 10 അങ്ങനെ ഒരേ ഓർഡറിൽ എന്താവണം? ഇൻക്രീസ് ആവണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേ ഓർഡറിൽ ഇങ്ങനെ ഇൻക്രീസ് ആവണം. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്ന അർത്ഥം എന്നാ? ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഇവിടെയുള്ള ആളാരാ? വെലോസിറ്റി ഒരേപോലെ എന്താവും? ഗ്രാഫ് മുകളിലേക്കല്ലേ? കണ്ടോ? ഗ്രാഫ് മുകളിലേക്കാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവുക. അപ്പോൾ ഇവിടെയുള്ള ആൾ വെലോസിറ്റി, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വന്നാൽ അർത്ഥം ഇവിടെയുള്ള ആൾ ഒരേപോലെ ഇൻക്രീസ് ആവും. ഇവിടെ ആരാണോ ഉള്ളത് അത് ഒരേപോലെ ഇൻക്രീസ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് നേരെ തിരിച്ച് ഇങ്ങനെ വന്നാലോ? അപ്പോൾ ഗ്രാഫ് താഴോട്ടാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിഫോം ആയിട്ട് ഒരേപോലെ. അപ്പോൾ ഗ്രാഫ് താഴോട്ടാന്ന് പറയുമ്പോൾ ഡിക്രീസ് ആണ്, കുറയാണ് വെലോസിറ്റി. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അർത്ഥം വെലോസിറ്റി ഒരേപോലെ കുറയാണ്. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ കുറയാണ്. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നതാണ് യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അർത്ഥം വെലോസിറ്റീൻ്റെ
വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ കൂടുകയാണ്, ഇൻക്രീസ് ആകുക. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ. ഗ്രാഫ് നേരെ തിരിച്ച് ഇങ്ങനെ വന്നാൽ അർത്ഥം കുറയാണ്, താഴോട്ടേക്കാണ് ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയാണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ കുറയാണ്. അതാണ് യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ കൂടും. അപ്പോൾ ഒരു എക്സും വൈയും തമ്മിൽ ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അർത്ഥം തരും. ഇങ്ങനെ തന്നാൽ അർത്ഥം ഇവിടെയുള്ള ആൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് യൂണിഫോം ആണ്. എക്സ് ഈ വൈ ആക്സിസിലുള്ള ആൾ ആരാണോ അത് യൂണിഫോം ആണ്, എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ സാധനം ഗ്രാഫ് ഇങ്ങനെ തന്ന അർത്ഥം ഈ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അർത്ഥം ഇവിടെയുള്ള ആൾ ഇതിനനുസരിച്ച് വൈക്കനുസരിച്ച് ഇവിടെയുള്ള ആൾ യൂണിഫോമായിട്ട് ഇൻക്രീസ് ആവും, ഇത് ഇൻക്രീസ് ആവും. ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അർത്ഥം വൈക്കനുസരിച്ച് ഇവിടെയുള്ള ആൾ യൂണിഫോമായിട്ട് ഡിക്രീസ് ആവും. ഓക്കെ. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അർത്ഥം വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ഇൻക്രീസ് ആവും. അതാണ് യൂണിഫോം ആക്സലറേഷൻ. ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അർത്ഥം, നേരെ തിരിച്ച് ഇങ്ങനെ വന്നാൽ അർത്ഥം വെലോസിറ്റി. അപ്പോൾ അടുത്ത കേസ് നോക്കിക്കോ, കുറേ ബോഡി മൂവ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിലോ, കുറേ ബോഡി മൂവ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എങ്ങനെ വരും? ഗ്രാഫ് എങ്ങനെ വരും? ഗ്രാഫ് നേരെ തിരിച്ച് ഇങ്ങനെ വരും. കാരണം വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ഡിക്രീസ് ആവണം. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. യൂണിഫോം റിട്ടാർഡേഷൻ ആണ് ഇങ്ങനെ വരും, യൂണിഫോം ആക്സലറേഷൻ ആണ് ഇങ്ങനെ വരും. അപ്പോൾ അത് രണ്ടും വരക്കണേ. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഇങ്ങനെ, റിട്ടാർഡേഷൻ ആണ് ഇങ്ങനെ, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ. ഇനി അടുത്തത് ഈ കേസ് തന്നെ ഞാൻ ഇത് തന്നെ എടുക്കാം. നമുക്ക് യൂണിഫോം ആക്സലറേഷൻ തന്നെ എടുക്കും. ഇപ്പോൾ റിട്ടാർഡേഷൻ്റെ കേസും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആക്സലറേഷൻ്റെ കേസ് തന്നെ എടുക്കും. ഫോർ എ ബോഡി മൂവ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ. ഇതിൽ ഗ്രാഫ് ഞാൻ ഇങ്ങനെയല്ലേ വരച്ചത്? ഈ ആക്സിസിൽ ആരാളുള്ളത്? വെലോസിറ്റി. അപ്പോൾ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയല്ലേ? അപ്പോൾ ഇവിടെ 0 അല്ലേ? ഇവിടെ ഞാൻ വെലോസിറ്റി ചെയ്യുന്നു. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ എഴുതിയാൽ ഗ്രാഫ് തുടങ്ങുന്ന ഇവിടെയല്ലേ? തുടങ്ങുമ്പോഴുള്ള ഇവിടെ ഉള്ളത് വെലോസിറ്റിയാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നേരെ വരുന്ന. ഇവിടെ ഇപ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഗ്രാഫ് അവസാനിക്കുന്ന ഇവിടെയല്ലേ? അപ്പോൾ ഇത് ഫൈനൽ വെലോസിറ്റി. ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇവിടെയുള്ള ഫൈനൽ വെലോസിറ്റി 8, ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 0. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമ്മളെ ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ തന്നാൽ അർത്ഥം എന്താണ്? ഇങ്ങനെ തന്ന അർത്ഥം വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ തന്ന അർത്ഥം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ എന്താവുന്നു? ഇൻക്രീസ് ആവുന്നു. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ഇൻക്രീസ് ആവുന്നു. അതാണ് യൂണിഫോം ആക്സലറേഷൻ. ഗ്രാഫ് തുടങ്ങിയത് ഇവിടെയാണ്. തുടക്കം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഒറിജിൻ ആയതുകൊണ്ട് എന്താണ്? 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. ഇനീഷ്യൽ വെലോസിറ്റി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് തുടങ്ങരുത്. അപ്പോൾ ഗ്രാഫ് യൂണിഫോം ആക്സലറേഷൻ അല്ലേ? ഗ്രാഫ് എന്തായാലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഗ്രാഫ് ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം. കാരണം എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആയാലും അർത്ഥം വെലോസിറ്റി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് സ്ലോപ്പോട് കൂടി ഇങ്ങനെ കിട്ടണം. അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഒരേപോലെ എന്താവും? ഇങ്ങനെ മുകളിലേക്കല്ലേ? അപ്പോൾ വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആവും. അതല്ലേ യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് എപ്പോൾ ഇങ്ങനെയാണ് വരിക. യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെയും വരും. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരണം. ആക്സലറേഷൻ ആകുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരണം വെലോസിറ്റി ടൈം ഗ്രാഫ്. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. ഓക്കെ. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? ഇവിടെ മുതൽ വരണം, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരണം. എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നു? കാരണം യൂണിഫോം ആക്സലറേഷൻ ആണ്. യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ കൂടണം. ഒരേപോലെ കൂടുന്നതിന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ഇനീഷ്യൽ വെലോസിറ്റി നോട്ട് ഈക്വൽ ടു 0. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയ അർത്ഥം യൂണിഫോം ആക്സലറേഷൻ. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി 0. ഇവിടുന്ന് തുടങ്ങിയ അർത്ഥം അത് തന്നെ യൂണിഫോം ആക്സലറേഷൻ തന്നെ. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടുന്നാണ് തുടങ്ങി. അപ്പോൾ ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതാണ് അർത്ഥം. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല? 0 അല്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഇവിടുന്ന് തുടങ്ങണം. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങണം. രണ്ട് കേസ് യൂണിഫോം ആക്സലറേഷൻ.
ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആണല്ലോ, ഇനീഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് നമ്മളിവിടെ യു എന്നെടുത്തു, യു. ഓക്കെ, ഇവിടെ വെലോസിറ്റിയാണ്, വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇതിൻ്റെ നേരെ, ഇതാണല്ലോ ഫൈനൽ പോയിന്റ്. ഞാൻ വി എടുത്തു. ഇവിടെ ഉള്ളത് വെലോസിറ്റിയാണ്, നമ്മൾ വരച്ചിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഏത് കേസ്? യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി ഞാൻ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ? അപ്പോൾ ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ ഒരു ഇതാണ് നമ്മുടെ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ട്രയാങ്കിൾ ഫോം ചെയ്ത് ഇവിടെ തീറ്റ, ഈ ആക്സിസിൽ ടൈം അല്ലേ, ടൈം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് പഠിച്ചു. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഈക്വൽ വെലോസിറ്റി ആയിരുന്നു കിട്ടിയത്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് എന്ത് ഗ്രാഫായത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് പഠിക്കാൻ പോകുന്നത്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റയാണ് അല്ലേ? സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റയാണ്. സ്ലോപ്പ് ടാൻ തീറ്റ. ടാൻ തീറ്റ എടുക്കണം അല്ലേ? ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡല്ലേ വേണ്ടത്. ഇവിടെ യു, ഇവിടെ വി എന്ന് എഴുതിയ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു ഗ്രാഫിലെല്ലാം മെഷർ ചെയ്യേണ്ടത് എവിടെ മുതലാണ്? ഒറിജിൻ മുതലാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഇത് യു, അങ്ങനെയാണ്. ഇവിടെ വി എന്ന് എഴുതിയ അർത്ഥം ഒറിജിൻ മുതൽ ഇവിടെ വരെ വി, അങ്ങനെയാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് വി, ഇത് യു. അപ്പോൾ ഇതെത്രയാ? വി യു ആകുമ്പോൾ ഇതാണ് വി മൈനസ് യു. അപ്പോൾ ഈ സൈഡ് വി മൈനസ് യു, വി മൈനസ് യു. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഇത് വരും, ഇവിടെ ടി. അപ്പോൾ ഇത് വി മൈനസ് യു, വി യു. അപ്പോൾ ഇത് വി മൈനസ് യു. ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ടി, ടൈം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് പറയൂ, വി മൈനസ് യു ബൈ ടി, ടൈം. വി മൈനസ് യു ബൈ ടി. വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. ഓക്കെ, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ ഗ്രാഫ് ഓർമ്മിച്ചോളാം. ഇതേത് കേസാണ്? യൂണിഫോം ആക്സലറേഷൻ എന്നാണ് അർത്ഥം. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഒരേപോലെ ഒരേപോലെ ഇൻക്രീസ് ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരിക. വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ഇൻക്രീസ് ആണ്. യൂണിഫോം റിട്ടാർഡേഷൻ ആകുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെ വരും. റിട്ടാർഡേഷൻ ആകുമ്പോൾ ഇങ്ങനെ വരും. യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ ഇങ്ങനെ വരും. വെലോസിറ്റി ടൈം ഗ്രാഫ് വരും. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഗ്രാഫ് നമുക്ക് ആവശ്യമുണ്ട്. ഗ്രാഫ് യൂണിഫോം ആക്സലറേഷൻ്റെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്, യൂണിഫോം ആക്സലറേഷൻ്റെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ഓർമ്മിച്ചോളൂ. ഇത് മൈൻഡിൽ വെച്ചോളൂ. ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത പഠിക്കാനുള്ളത് അവിടെ വെക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് പഠിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അർത്ഥം ഒബ്ജക്റ്റ് എന്തിലാണ്? റസ്റ്റിലാണ്. ഇപ്പം നമ്മൾ പഠിച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ റസ്റ്റ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണോ? റസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം വെലോസിറ്റി 0 ആണ്. റസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ 0ൻ്റെ നേർക്ക് വരണം. 0ൻ്റെ നേർക്ക്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ തന്നെ വരും. ഇങ്ങനെ വന്ന ഗ്രാഫ് ഇങ്ങനെ തന്നെ വന്നാൽ അർത്ഥം വെലോസിറ്റി എപ്പോൾ 0 ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ റസ്റ്റ്. അപ്പോൾ റസ്റ്റ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരും, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വരും. ടൈം ആക്സിന് വരില്ല. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ഇങ്ങനെ തന്നെ വരും. ഇവിടെ വരും. ഇവിടെ റസ്റ്റ് ആകുമ്പോൾ വെലോസിറ്റി എപ്പോൾ 0 അല്ല. അപ്പോൾ ഇവിടെ തന്നെയല്ലേ വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി. ഇങ്ങനെ വന്നാൽ യൂണിഫോം വെലോസിറ്റി. ഇങ്ങനെ വന്നാലും യൂണിഫോം വെലോസിറ്റി. പക്ഷേ ഈ കേസിൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റി പോസിറ്റീവ്, ഈ കേസിൽ വെലോസിറ്റി നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി. പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി. ശ്രദ്ധിക്കണേ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയോ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി. പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി.
അപ്പോൾ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ തന്നു. വിചാരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അർത്ഥം എന്നാ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അർത്ഥം എന്നാ? യൂണിഫോം വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ തന്നാൽ യൂണിഫോം വെലോസിറ്റി, ഇങ്ങനെ തന്നാൽ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇതിന് തുല്യമായ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിന് തുല്യമായ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ്, ഇങ്ങനെ വന്ന അർത്ഥം ഇവിടെയുള്ള ആൾ ഞാൻ പറഞ്ഞു യൂണിഫോം, ഇവിടെയുള്ള ആരാണോ അത് യൂണിഫോം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ രണ്ടും യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിന് തുല്യമായ, ഇങ്ങനെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിന് തുല്യമായ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ കണ്ടാൽ അതിന് കറസ്പോണ്ടിങ് ആയ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരിക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലോ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം വെലോസിറ്റി, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ വെലോസിറ്റി നെഗറ്റീവാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നു. ഇനി കറസ്പോണ്ടിങ് ആയ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം അല്ലേ? യൂണിഫോം ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആകുമ്പോൾ ഇങ്ങനെയല്ലേ? പക്ഷേ താഴെ വരക്കണം, ഇവിടെ വരക്കണം, ഇങ്ങനെ തന്നെ വരക്കണം, ഇങ്ങനെ തന്നെ വരക്കണം. കാരണം നെഗറ്റീവാണ്, വെലോസിറ്റി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ താഴെ ഇവിടെയല്ലേ ഒറിജിൻ, നെഗറ്റീവ് ഇവിടെ വരക്കണ്ടേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇത് യൂണിഫോം വെലോസിറ്റിൻ്റെ കേസ്. ഇനി യൂണിഫോം ആക്സലറേഷൻ. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് യൂണിഫോം ആക്സലറേഷൻ. പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ്, ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വരച്ചത് വെലോസിറ്റി, ഒന്നുകിൽ ഇവിടെ വരക്കുക, ഇവിടെ വരച്ചർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി 0, അല്ലെങ്കിൽ ഇവിടെ വരച്ചാൽ മതി. ഇവിടെ വരച്ചർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും, വെലോസിറ്റി അല്ലേ ഉണ്ടാവും, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരച്ചാലാണ് യൂണിഫോം ആക്സലറേഷൻ. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ, പരാബോളായിട്ട് ഇങ്ങനെ വന്നാൽ യൂണിഫോം റിട്ടാർഡേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം ആക്സലറേഷൻ, ഇങ്ങനെ വന്നാൽ യൂണിഫോം റിട്ടാർഡേഷൻ. പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം ആക്സലറേഷൻ, നേരെ തിരിച്ച് ഇങ്ങനെ വന്നാൽ യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ, റെഡി? ഈ സംഭവങ്ങൾ മാറിപ്പോരുതേ, ബൈഹാർട്ടായിരിക്കണം. കുറേ ഗ്രാഫുകൾ ഇപ്പം പഠിച്ചു, എല്ലാം ബൈഹാർട്ടായിരിക്കണം. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതിൽ ഞാൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ എടുത്തിട്ടില്ല, പറയാനുള്ള ടോപ്പിക്കാണ്, എങ്കിലും അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമ്മൾ ഇതാ പഠിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. ഇതിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്ലോപ്പാണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ. ഇനി അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഏരിയ കാണേണ്ടത്. കാണണം എന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഇങ്ങനെയാണ് പഠിച്ചത്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഏരിയ കാണാം. ഇതിൽ നിന്ന് ഏരിയ കണ്ടാൽ നേരെ തിരിച്ച് ഇതാ കിട്ടുക, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി, ഇതിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ. ഇനി ഇതിൽ നിന്ന് ഏരിയ കണ്ടാൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ കണ്ടാൽ നേരെ റിവേഴ്സ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ എന്ന് എഴുതിയാൽ എന്തെല്ലാം പറയാം മനസ്സിലാക്കണേ. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ, അപ്പോൾ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ. ഇനി അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഏരിയ കാണും. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടില്ല, അടക്കട്ടെ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ അത്, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ഇത്. അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് പറയേണ്ടത്. പക്ഷേ അതിന് മുന്നേ
നമുക്കിതൊന്ന് പറയാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓർമ്മയില്ലേ? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തൊക്കെയായിരുന്നു? v = u + at, s = ut + r, അങ്ങനെ 3 ഇക്വേഷൻ ഇല്ലേ ഇക്വേഷൻ ഓഫ് മോഷൻ. ആ 3 ഇക്വേഷനും ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഡിറൈവ് ചെയ്യാൻ പോവാണ്. ആ 3 ഇക്വേഷൻ. പക്ഷേ നമ്മൾ പ്രത്യേകം പഠിച്ച കേസ് ഉണ്ട്. ആ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഏത് കേസിലാണ്? ആ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഓൺലി ഫോർ യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, ഇത് കുറച്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ബോർഡ് എടുക്കുകയാണ്. ഇത് ഹെഡിങ് ഒഴിവാക്കുന്നത് ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇക്വേഷൻസ് ഓഫ് മോഷൻ, ആ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു, ഗ്രാഫ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഗ്രാഫ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ കുറേ ഗ്രാഫ് പഠിച്ചു. ഏതെങ്കിലും ഗ്രാഫ് എടുത്തിട്ട് കാര്യമില്ല. ഗ്രാഫ് എടുക്കുമ്പം ഇക്വേഷൻ ഓഫ് മോഷൻ, നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുക ഏത് കേസിലാണ്? ഓൺലി ഫോർ യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫ് എടുക്കണം അല്ലേ? യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബോർഡ് എടുക്കുകയാണേ. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ ഏത് കേസിലാണ് വരക്കേണ്ടത്? യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ മനസ്സിൽ ഓർമ്മിക്കുക, യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരുന്നു? യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരുന്നു? അത് ഓർമ്മിക്കണം. അതിങ്ങനെയായിരുന്നു. കാരണം യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ പഠിച്ചെന്നാൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ഇങ്ങനെ ഇൻക്രീസ് ആവണ്ടേ? അപ്പോൾ ഇങ്ങനെയാണ് യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അത് 2 രീതിയിൽ വരച്ചു. ഇവിടുന്ന് തുടങ്ങുന്നതും വരച്ചു, ഇവിടുന്ന് തുടങ്ങുന്നതും വരച്ചു. ഇവിടുന്ന് തുടങ്ങിയാൽ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? ഇവിടുന്ന് തുടങ്ങിയാൽ 0. ഇവിടുന്ന് തുടങ്ങിയാൽ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല? 0 അല്ല. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഇവിടെ ഇപ്പോൾ 2 m/s എന്ന് എഴുതിയാൽ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 2 ആണ് എന്നർത്ഥം. ഇനീഷ്യൽ വെലോസിറ്റി 2 ആണ്. നമ്മൾ നമ്പറൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ലെറ്റർ കൊടുക്കുക. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി u, ഗ്രാഫിൻ്റെ എൻഡ്. അപ്പോൾ ഇതിൻ്റെ നേരെ നമുക്ക് ഫൈനൽ വെലോസിറ്റി v എന്ന് എഴുതാം. ഈ ആക്സസിൽ ടൈം, അതുകൊണ്ട് ഇതിൻ്റെ നേരെ സ്റ്റാർട്ടിങ്ങിൽ 0, ടൈം 0, സ്റ്റാർട്ടിങ് 0. ഇവിടെ നമുക്ക് ടൈം 0, t എന്ന് എഴുതാം. ഇതേതാ ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഏത് കേസിൽ? യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് മനസ്സിലായി. യൂണിഫോം ആക്സലറേഷൻ്റെ കേസിലല്ലേ നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ കേസിൽ 2 കാര്യങ്ങളാണ് പഠിച്ചത്. SVA, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലേഷൻ. നമ്മൾ വരച്ച ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചത്. എന്താ പറഞ്ഞത്? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്ലോപ്പ് കാണണം, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏരിയ കാണണം. അപ്പം നമ്മളെ കയ്യിലുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പം നമുക്ക് 2 കാര്യം പറയാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ആയിരിക്കും. പിന്നെ വേറെ കാര്യം എന്താ? ഈ ഗ്രാഫിൽ നിന്ന് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതിൽ നിന്ന് ഏരിയ കാണാം. ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ 2 കാര്യങ്ങൾ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ. പിന്നെ പഠിച്ചത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. നേരെ തിരിച്ചും കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ ഇത് കിട്ടും, ഇതിൽ നിന്ന് ഏരിയ കണ്ടാൽ ഇത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ആ 2 കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? ആക്സലറേഷൻ കിട്ടും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ ആക്സലറേഷൻ. പിന്നെ ഏരിയ കണ്ടാൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ അത് അടുത്ത ചെയ്യാനല്ല, ഓർമ്മിച്ചോ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് കിട്ടുക. ഓക്കെ, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ ആക്സലറേഷനാണ് കിട്ടുക. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടാൻ തീറ്റ. അപ്പോൾ ഇതല്ലേ നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് വെച്ചുകൊണ്ട് വേണം ടാൻ തീറ്റ കാണാൻ. അപ്പോൾ ഈ ഗ്രാഫ് വെച്ചുകൊണ്ട് നിങ്ങളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഈ ഗ്രാഫ് വെച്ചുകൊണ്ട് വേണം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഇതൊന്നും ഗ്രാഫല്ല, ഇത് നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രാഫ്. യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ്.
എന്നിട്ട് നമ്മൾ ഈ ഗ്രാഫ് വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. എന്നിട്ട് ഈ ആംഗിൾ എപ്പോഴും എക്സ് ആക്സിസ് ഈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എടുക്കുക. എന്നിട്ട് ആക്സലറേഷൻ ഈക്വൽ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് സൈഡ് ഇത്. അപ്പോൾ ഇവിടെ യു എന്ന് എഴുതിയാൽ ഇവിടെ വരെ യു, ഇവിടെ മുതൽ ഇവിടെ വരെ വി, ഇവിടെ മുതൽ ഇവിടെ വരെ ടി. അങ്ങനെയല്ലേ അതിൻ്റെ മീനിങ്? അപ്പോൾ ഇത് യു ഇത് വി ആണെങ്കിൽ ഇതെന്ത് വരും? ഇത് വി മൈനസ് യു വരും അല്ലേ? അപ്പോൾ ഇത് വി മൈനസ് യു വരും. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇത് വരിക വി മൈനസ് യു എന്നാണ്. ഈ സൈഡ് വി മൈനസ് യു, ഓപ്പോസിറ്റ് സൈഡ് വി മൈനസ് യു ബൈ അഡ്ജസൻറ്റ് സൈഡ് വരെ ടി ആണ്. അപ്പോൾ വി മൈനസ് യു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വി മൈനസ് യു ബൈ ടി വരും. ടി ലെഫ്റ്റിലേക്ക് എടുത്താലോ എ ടി ഈക്വൽ ടു വി മൈനസ് യു വരും. എ ടി ഈക്വൽ ടു വി മൈനസ് യു. മൈനസ് യു ലെഫ്റ്റിലേക്ക് എടുത്താലോ എ ടി പ്ലസ് യു ഈക്വൽ ടു വി വരും. സോ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത പോയിന്റ് എന്നാ? ആക്സലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ്. അപ്പോൾ നമ്മൾ വരച്ച ഗ്രാഫ് ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏത് കേസ്? യൂണിഫോം ആക്സലറേഷൻ. കാരണം യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഇനി സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റയാണ്. അത് വെച്ചിട്ട് ഈ ഫോമുല ഉണ്ടാക്കി. ഈ ഇക്വേഷൻ ഒരു പേരുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ പേരാണ് വെലോസിറ്റി ടൈം റിലേഷൻ. പഠിച്ചല്ലേ? ഇതിൻ്റെ പേരാണ് വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്തു. വെലോസിറ്റി ടൈം റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത പോയിന്റ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ എടുത്തത്. അത് കണ്ടാൽ ആക്സലറേഷൻ കിട്ടുന്നല്ലേ പറഞ്ഞത്. പിന്നെ നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞല്ലോ, ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ പഠിച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ എന്താ പഠിച്ചത്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് പഠിച്ചത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എസ് കൊടുക്കാം. ഈക്വൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏതാ നമ്മുടെ ഗ്രാഫ്? ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ്. പിന്നെ ഇത് നമ്മൾ ടാൻ തീറ്റ കാണാൻ വേണ്ടി ട്രയാങ്കിൾ ഫോം ചെയ്തതാണ് അല്ലേ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏരിയ ഈ ഗ്രാഫിൻ്റെ, ഇതാണ് ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള, ഇതിൻ്റെ അണ്ടറിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അണ്ടറിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടൈം ആക്സിസ് വരെ. അപ്പോൾ ഈ ഗ്രാഫ് മുതൽ ഇതാണ് ഗ്രാഫ് അല്ലേ? ഗ്രാഫ് മുതൽ ഇതിൻ്റെ ഏരിയ അല്ല, ഗ്രാഫ് മുതൽ ടൈം ആക്സിസ് വരെയുള്ള ഈ ആക്സിസ് വരെയുള്ള ഏരിയ കാണണം. അപ്പോൾ ഈ മൊത്തം ഏരിയ കാണണം. അപ്പം ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് മുതൽ ടൈം ആക്സിസ് വരെ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ കാണണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏരിയ കണ്ടാൽ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഏരിയ പറയൂ. ഏരിയ എന്ന് പറയുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട വി മൈനസ് യു അല്ലേ? ഇതായിരുന്നു വി മൈനസ് യു. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം. അപ്പോൾ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണാം? ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇത് ഇൻറ്റു ഇത്, ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് യു എടുക്കുക, യു ഇത് ടി. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ യു ഇൻറ്റു ടി വരും. യു ഇൻറ്റു ടി പ്ലസ് ഇനി ഇതിൻ്റെ ഏരിയ അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇത് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എഴുതി. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബി എച്ച്. ഹാഫ് ബി എച്ച് ഇതല്ലേ ബി? ഈ സൈഡ് ബി, ഇത് ബി. ട്രയാങ്കിൾ ഇതായിരിക്കും എച്ച്. ട്രയാങ്കിളിൻ്റെ എച്ച് മൊത്തം എച്ച് എടുക്കണ്ട, ട്രയാങ്കിളിൻ്റെ എച്ച് എടുത്താൽ മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ പറയുന്നത്? അപ്പോൾ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? ബി എത്രയാണ്? ടി ബി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഇത് വി മൈനസ് യു ഇത്. അപ്പോൾ ഹാഫ് ബി എച്ച് ബി എന്ന് പറയുമ്പോൾ ഇത് ടി ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഇത് വി മൈനസ് യു. ഓക്കെ, ഇനി ആക്സലറേഷൻ ഈക്വൽ ടു തൊട്ട് മുന്നേ കിട്ടിയ വി മൈനസ് യു ബൈ ടി അല്ലേ? അപ്പോൾ ടി ലെഫ്റ്റിലേക്ക് എടുത്താലോ എ ടി ഈക്വൽ ടു വി മൈനസ് യു എന്ന് വരൂലേ? അപ്പോൾ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ടി.
അപ്പോൾ വി മൈനസ് യുവിന് വരെ എ ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു. വി മൈനസ് യു എന്ന് വെച്ചാൽ എ ടി. അപ്പോൾ എ ടി ഇൻറ്റു ടി എ ടി സ്ക്വയർ. സോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിലെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ പേരെന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. അല്ല ഇതിൻ്റെ പേര്. ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ പേര് വെലോസിറ്റി ടൈം റിലേഷൻ. ഇതിൻ്റെ പേര് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ഓക്കെ, ഇനി റെഡി. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത പോയിന്റ് എന്നാ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫസ്റ്റത്തെ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തെന്നാ? സ്ലോപ്പാണ്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആക്സലറേഷനാണ്. അന്നേരം ആക്സലറേഷൻ അതിൻ്റെ ലെഫ്റ്റിൽ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ പോയിന്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അടുത്തത് തേർഡ് വൺ എന്നാൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? അത് ചെയ്യാനും നമ്മൾ ഇതേ ഫോർമുല തന്നെയാണ് എടുക്കുന്നത്. ഇതേ ഫോർമുല വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ചെറിയൊരു വ്യത്യാസം. ഇപ്പം നമ്മൾ ഏരിയ കണ്ടത് എങ്ങനെയാണ്? ഇപ്പം ഏരിയ കണ്ടിരിക്കുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ കണ്ടത്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ കണ്ടത്? അതിന് പകരം നമ്മൾ ഇതല്ലേ നമ്മുടെ ഗ്രാഫ്? ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് മുതൽ എക്സ് ആക്സിസ് വരെ ടൈം ആക്സിസ് വരെയുള്ള ഏരിയ കാണാം. നമ്മൾ തൊട്ട് മുന്നേ എങ്ങനെ ഏരിയ കണ്ടത്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു. അങ്ങനെയല്ലേ ചെയ്ത്? അങ്ങനെ കാണണ്ട, നമ്മൾ ഒറ്റയടിക്ക് ഏരിയ കാണും. ഒറ്റയടിക്കെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നീട്ടി വരച്ചോ. ഈ ഷേപ്പിനല്ലേ നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്? ഇങ്ങനെയല്ലേ ഉള്ളത്? ട്രപ്പീസിയം ഇങ്ങനെയല്ലേ ഉള്ളത്? മുതൽ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഇതാണ് ട്രപ്പീസിയത്തിൻ്റെ ഇത് ഈ സൈഡ് എ, ഈ സൈഡ് ബി, ഈ സൈഡ് സി ആണെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഇതല്ലേ ട്രപ്പീസിയം അല്ലേ? ഇതിൻ്റെ ഏരിയ കാണാൻ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു രണ്ട് രീതിയിൽ ഏരിയ കാണാം. ഒന്നിനെ മുറിക്കുക, അപ്പോൾ റെക്റ്റാങ്കിളും കിട്ടും, ട്രയാങ്കിളും കിട്ടും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ, അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇപ്പോൾ ഒറ്റയടിക്ക് ഇതിൻ്റെ ഏരിയ കാണാം. ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ് അല്ലേ? പാരലൽ സൈഡ് ആഡ് ചെയ്യണം. പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതല്ല? ഈ സൈഡുമാണ് പാരലൽ സൈഡ്. ഇത് രണ്ടുമല്ലേ പാരലൽ സൈഡ്, സമാന്തര വശങ്ങൾ. പാരലൽ സൈഡ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. അത് ആഡ് ചെയ്യാം. എ പ്ലസ് ബി ഇത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? ഇൻറ്റു അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അല്ലേ? പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? സി. ആ രൂപത്തിൽ നമുക്ക് എന്ത് കാണാം? ഏരിയ കാണാം. ഒറ്റയടിക്ക് ഏരിയ കാണാം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ട്രപ്പീസിയം കണ്ടാൽ പോരെ? ഏരിയ ഓഫ് ട്രപ്പീസിയം, ഈ പിക്ചറിൽ കാണുന്ന ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. അപ്പോൾ ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു പാരലൽ സൈഡുകൾ ആഡ് ചെയ്യണം. ഇതിലേതല്ല പാരലൽ സൈഡ്? ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെ പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതും അല്ലേ പാരലൽ സൈഡ്? ഇതെന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണേ. ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ സ്റ്റാർട്ടിങ് ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ട്. ടോട്ടൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് വി ആ. നേരത്തെ നമ്മളിവിടെ വി മൈനസ് യു എന്ന് എഴുതിന്. അതെന്തേനും അതിവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഇതായിരുന്നു വി മൈനസ്. ഇതിപ്പോൾ ടോട്ടലാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം എടുക്കണം. അപ്പോൾ അത് വി ആണ്. അപ്പോൾ ഇതിൽ പാരലൽ സൈഡ് ഏതല്ല? പാരലൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടാണ് പാരലൽ സൈഡ്. ട്രപ്പീസിയത്തിൻ്റെ ഇതിൻ്റെ പാരലൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇതുമാണ് വരിക. അപ്പോൾ ഒരു സൈഡ് യു, ഒരു സൈഡ് വി, അത് തമ്മിൽ ആഡ് ചെയ്യണം. പാരലൽ സൈഡ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ യുവും വിയും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ യു പ്ലസ് വി പാരലൽ സൈഡ് ആഡ് ചെയ്തു. പാരലൽ സൈഡ് ആഡ് ചെയ്തു ഇൻറ്റു ആ പാരലൽ സൈഡ് തമ്മിൽ ഈ സൈഡും പാരലൽ സൈഡ് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതെന്ന് പറഞ്ഞാൽ ഇത് ഈ പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ടി വരും. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്നാ എസ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ എന്നാ വി മൈനസ് യു ബൈ ടി. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്താലോ? ടി ഈക്വൽ ടു
വി മൈനസ് യു ബൈ എ, ടി ഈക്വൽ വി മൈനസ് യു ബൈ എ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി എന്നുള്ളത് ഞാൻ തിരിച്ചെഴുതുന്നു വി പ്ലസ് യു ഇൻറ്റു ടി. ടി എന്ന് പറയുമ്പോൾ വി മൈനസ് യു ബൈ എ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു എ 2a. അപ്പോൾ 2a ഇങ്ങോട്ട് എടുത്താൽ 2as ഈക്വൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ അല്ലേ. മൈനസ് യു സ്ക്വയർ ഇങ്ങോട്ട് വന്നാലോ 2as ഈക്വൽ ടു 2as പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ പേരാണ് വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്നാണ്. അപ്പോൾ ഈ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഈ ഗ്രാഫ് വെച്ചിട്ടാണ് ചെയ്തത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഏത് കേസിൽ യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു, എന്നിട്ട് ചെയ്തു. ചെയ്യാൻ വേണ്ടി എടുത്ത പോയിന്റ് എന്തല്ല, വെലോസിറ്റി ടൈം ഗ്രാഫിൽ 2 പോയിന്റാണ് പഠിച്ചത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ വിട്ടി ഗ്രാഫല്ലേ വരച്ചേ, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ കിട്ടും, അത് വെച്ചിട്ട് ഒന്ന് ചെയ്തു. പിന്നെ ഇതിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്. ഏരിയ കാണുമ്പോൾ ചെയ്യേണ്ടത് ഗ്രാഫ് മുതൽ ടൈം ആക്സിസ് വരെ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൻ്റെ ഏരിയ കാണണം. ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇത് വെച്ചിട്ടാണ് 2 ഇക്വേഷൻ ഉണ്ടാക്കിയത്, 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്ത്. 2 രൂപത്തിൽ ഏരിയ കാണാം. ഒന്ന് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ, അത് വെച്ചിട്ട് ഒന്ന് ചെയ്തു. അത് പ്രകാരം എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടി. പിന്നെ നമ്മൾ എന്ത് കണ്ടു, ഒറ്റയടിക്ക് ഇതിൻ്റെ ഏരിയ കണ്ടു. ഒറ്റയടിക്ക് എങ്ങനെ കണ്ട, ഇത് മൊത്തത്തിലൊരു ട്രപ്പീസിയമാണ്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ അങ്ങ് കണ്ടു. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ടൈമായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം ചാപ്റ്റർ കഴിയാനായി. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടിയേ ഇനി എടുക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ.